ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അകാലത്തിലുള്ള അപ്രതീക്ഷിതമായ വേർപാടുകൾ ദൈവജനത്തിൻ്റെ നടുവിലും നമ്മൾ ഈ ദിവസങ്ങളിൽ ധാരാളം കാണുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. പ്രിയ സഹോദരൻ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ജീവിക്കാനായിട്ട് ദൈവം നമുക്ക് അവസരം തരുന്നു എന്നുള്ളത് വളരെ നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ളതായ ജീവിതത്തിൻ്റെ ദിവസങ്ങളെ വളരെ സൂക്ഷ്മതയോടെ വിവേകത്തോടെ ഉപയോഗിക്കുവാൻ കർത്താവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. അപ്പോസ്തലനായ പത്രോസ് എഴുതുന്ന 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ മനുഷ്യജീവിതത്തിൻ്റെ ക്ഷണികത വളരെ തെളിവായി പറയുന്നത് നമ്മൾ ഓർക്കാറുണ്ട്. മനുഷ്യൻ കേവലം പുല്ലിനും പൂവിനും സമനാണ്. എന്നാൽ അതോട് ചേർത്തൊരു വലിയ സത്യം നമ്മൾ കൂടെ ഓർക്കാറുണ്ട്. ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ സമയം ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആവർത്തന പുസ്തകം നമ്മൾ ഈ ദിവസങ്ങളിൽ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഈ സത്യം എത്രയോ വട്ടം ആവർത്തിച്ചാണ് ദൈവാത്മാവ് നൽകുന്നതായി നാം കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വലിയ ഉൾക്കാഴ്ച ഈ ദിവസങ്ങളിൽ സൂക്ഷിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ മോശ എഴുതിയ 5 പുസ്തകങ്ങൾ നമ്മൾ വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും ഒക്കെയുള്ളതായ അവസരം നമുക്കുണ്ടായി. ഒരർത്ഥത്തിൽ മോശയോടുകൂടെ സഞ്ചരിക്കാനായിട്ട് ദൈവം നമുക്ക് സാവകാശം നൽകി എന്നുള്ളത് നമുക്കെല്ലാം നന്ദിയോടും സ്നേഹത്തോടും കൂടെ ഓർക്കാം. മോശയെക്കുറിച്ചൊരു പ്രയോഗം എബ്രായ ലേഖനകാരൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ ഗ്രഹത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്കും ആ മനോഹരമായ മാതൃക പിൻപറ്റി കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തോടുള്ള ബന്ധത്തിൽ വിശ്വസ്തരായിട്ട് ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. വ്യക്തിപരമായി മോശയെക്കുറിച്ച് ദൈവം പറയുന്ന സാക്ഷ്യം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് പറയുവാൻ സംഗതിയാകട്ടെ. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ നൽകിയത് പറഞ്ഞ ഭാഗ്യവർണ്ണനയായിട്ട് ആണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 4-ാമത്തെ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മിക്കവാറും ചിന്തിച്ച് തീർത്തത്. ചുരുക്കം ചില വാക്കുകൾ കൂടി ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നിന്നും നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും എന്നുള്ളതായ വചനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയായിരുന്നു. ഒടുവിലായിട്ട് ഞാനൊരു റെഫറൻസ് പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്നാണ് എൻ്റെ വിചാരം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം പറഞ്ഞാണ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ആഴ്ചയിൽ അവസാനിപ്പിച്ചത്. ആ വാക്യത്തിൽ എന്താ പറയുന്നത്? നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ച ആ പാഠങ്ങളിൽ നിന്ന് നമ്മൾക്ക് ക്രോഡീകരിച്ച് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കേണ്ടുന്ന കാര്യം നമ്മൾ ചിന്തിച്ച 2-3 സത്യങ്ങൾ ഞാൻ ഒന്ന് ആവർത്തിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ നീതി അത്
എത്രയോ മഹത്തരമാണ്. നമ്മളത് ഓർക്കാനിടയായിട്ട് തീർന്നു. നീതികെട്ട പാപികളും ദോഷികളുമായിരുന്ന നമ്മെ കർത്താവ് വിശ്വാസത്താൽ നീതീകരിച്ചപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ നീതി നമ്മുടെ മേൽ കണക്കിടുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പം അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അവിടെ പ്രബോധിപ്പിക്കുകയാണ്, നീതിക്ക് നിർമ്മതരായി ഉണരണം എന്ന് പറഞ്ഞാൽ ദൈവമക്കളായ നാം ഈ വലിയ ഉൾക്കാഴ്ച എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. കുറച്ചൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മളത് മറന്നു പോകാനുള്ളതായ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് പൗലോസ് ഓർപ്പിക്കുക, നീതിക്ക് നിർമ്മതരായി ഉണരണം. എന്നെ കർത്താവ് വിശ്വാസത്താൽ നീതീകരിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നീതിയാണ് സ്വർഗത്തിലെ ദൈവം എൻ്റെ മേൽ കണക്കിട്ടത് എന്നുള്ളത് സാധിക്കുമെങ്കിൽ ഓരോ ദിവസവും നമുക്ക് ഓർത്ത് ജീവിക്കാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ആ വേദഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉൾക്കൊള്ളുവാൻ ഇടയായിട്ട് തീർന്നതായ കാര്യം, ഈ ഉണർവോടെ ഒരാൾ ജീവിക്കുമ്പോൾ, ഒരു ദിവസം രാവിലെ ആ ഉണർവോടുകൂടിയാണ് തുടങ്ങുന്നത് എന്നിരിക്കട്ടെ, അങ്ങനെ തുടങ്ങുമ്പോൾ അന്നത്തെ ദിവസം ആ നീതിയോടെ ജീവിക്കണമെന്നുള്ളതായ ലക്ഷ്യത്തിൽ ജീവിക്കുകയാണ്. 1 യോഹന്നാൻ 3:7 ഞാൻ ഒന്നുകൂടി പറയുകയാണ്, അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാൻ ആകുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ എൻ്റെ കർത്താവ് നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്ത് ജീവിക്കണമെന്നുള്ളതായ ആ വലിയ ഉൾക്കാഴ്ച ഒരു ദൈവ പൈതൽ സൂക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലാകും. ആ നീതിയിലേക്ക് എത്താനുള്ളതായ, നീതിക്കുള്ളതായ വിശപ്പും ദാഹത്തോടും കൂടെ ജീവിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലുള്ള ചില വിശദീകരണങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അതിനെ ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ നീതിക്ക് വേണ്ടിയുള്ളതായ നമ്മുടെ കർത്താവിൻ്റെ നീതി പകർത്തി ജീവിക്കാനുള്ള വലിയ വിശപ്പോടും ദാഹത്തോടും കൂടെ ഓരോ ദിവസവും ജീവിക്കാനായിട്ട് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് നീതിക്കുള്ള നല്ല വിശപ്പും ദാഹവും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും നീതിയോടെ ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ ഈ വാക്യം അന്വർത്ഥമാകും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും ഈ വലിയ ഉൾക്കാഴ്ച ഏറ്റെടുത്ത് ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാൻ ആ വാക്യത്തിൽ നിന്ന് നമുക്കറിയാവുന്നതെങ്കിലും ഒരു സത്യമൊന്ന് എടുത്തു പറയുകയാണ്. പുനരുത്ഥാനത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഈ അധ്യായത്തിൽ ഇങ്ങനെയൊരു ജീവിത ദർശനം ദൈവത്തിൻ്റെ ദാസൻ പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളതായൊരു കാര്യമാണ്. ആ അധ്യായത്തിൽ നമ്മുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അത് തെളിയിക്കാനായിട്ട് നമ്മുടെ കർത്താവിൻ്റെ പുനരുത്ഥാനം വളരെ വിശദമായിട്ട് ആ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഓർക്കാറുണ്ടെങ്കിലും അതൊന്ന് ഓർപ്പിച്ച് ഉണർത്തുകയാണ്. പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ നീതിക്ക് നിർമ്മതരായി ഉണർന്ന് പാപം ചെയ്യാതെ ജീവിക്കുകയാണ്. പുനരുത്ഥാനത്തിൽ വിശ്വാസമുണ്ടെന്നൊക്കെ പറയുകയും അത് കൂടെ പ്രസ്താവിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ നിലവാരത്തിൽ ജീവിക്കാൻ കഴിയാതെ വരുന്നത് ഒരു വൈരുദ്ധ്യമാണ്. വാക്യം ഈ അടുത്ത ആളുകളിലൊക്കെ പറയുമ്പോൾ ഞാൻ 32-ാമത്തെ വാക്യം കൂടി ചേർത്ത് പറയാറുണ്ട്. 1:15-32 പുനരുദ്ധാനം വിശ്വസിക്കാത്ത ആളുകളുടെ ജീവിതശൈലിയാണ് നമ്മൾ വായിക്കുന്നത്. ഓർക്കുന്നുണ്ടോ ആ വാക്യം? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ ചാകുമല്ലോ. അപ്പോൾ അത് പുനരുത്ഥാനം വിശ്വസിക്കാത്ത
പ്രത്യാശയില്ലാത്ത ആളുകളുടെ ജീവിതശൈലിയാണ്. അതുകൊണ്ട് നമുക്ക് വലിയൊരു പാഠം അവിടെയുണ്ട്. നമ്മുടെ ജീവിതശൈലി അങ്ങോട്ട് വഴുതി പോകുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തണം. ദൈവാത്മാവ് അതിനുള്ള കൃപ നമുക്ക് നൽകട്ടെ. നമ്മുടെ ജീവിതശൈലി ഇതായിരിക്കണം. നീതിക്ക് നിർമ്മതരായി ഉണരണം, പാപം ചെയ്യാതെ ജീവിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ലക്ഷ്യത്തോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമുക്കേറെ സുപരിതമായ ഒരു വാക്യം കൂടി പറഞ്ഞ് ഞാൻ ഈ പാഠം അവസാനിപ്പിക്കുകയാണ്. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ഈ വിഷയബന്ധത്തിൽ വളരെ മനോഹരമായ ഒരു സത്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന വാക്യമാണെങ്കിലും നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് ആ പാഠം ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. വായിക്കാം. എത്രയോ നാളായിട്ട് നമ്മൾ ആ വാക്യം ചിന്തിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർപ്പിച്ച് ഉണർത്തുകയാണ്. യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് മരിച്ചത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ ആ വാക്യത്തിൽ വായിക്കുന്നത്. യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് മരിച്ചതെന്നുള്ളതിൽ നമുക്ക് ധാരാളം ഉത്തരങ്ങൾ വേറെ വാക്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. സാധാരണ സുവിശേഷം പറയുമ്പോൾ അത് പറയാറുണ്ട്, പറയാവുന്നതുമാണ്. പക്ഷേ ആ വാക്യത്തിൽ യേശു ക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോസ്തലനായ പത്രോസ് എഴുതുന്നത് നാം പാപം സംബന്ധിച്ച് മരിച്ച്, അടുത്ത വാക്ക് എന്താണ്? നീതിക്ക് ജീവിക്കേണ്ടതിന്. അപ്പോൾ നാം നീതിയോടെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിനു വേണ്ടിയാണ് കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയത്. ഒരു കാര്യം ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കുന്നതിൽ ജയാളികളായിട്ട് ഓരോ ദിവസവും ജീവിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തോളണം. നമ്മെ ഇതിൽ ജയാളികളാക്കി നിർത്തേണ്ടതിനു വേണ്ടി നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി മരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ നാം നീതിയോടെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഒരുക്കപ്പെടേണ്ടതിനു വേണ്ടി സ്വർഗത്തിൻ്റെ മുതൽ മുടക്ക് എത്രയോ വലുതാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ മുതൽ മുടക്ക് മനസ്സിലാക്കിയാൽ ഞാൻ പാപം സംബന്ധിച്ച് മരിച്ച് ഇന്ന് പകൽ നീതിയോടെ ജീവിച്ചാലും എനിക്കതിൽ പ്രത്യേകിച്ചൊരു അഭിമാനമൊന്നും തോന്നുകയില്ല. കാരണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ടും മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടുമാണ് എനിക്കത് സാധിക്കുന്നത് എന്നുള്ളത് ഞാൻ എല്ലാ വിനയത്തോടും നന്ദിയോടും കൂടെ ദൈവസന്നിധിയിൽ ഓർക്കുവാനിടയായിട്ട് തീരും. മഹത്വം മുഴുവനും ആർക്ക് കൊടുക്കും? നമ്മുടെ കർത്താവിന് കൊടുക്കും. നമ്മൾ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിച്ചുകൊണ്ട് നമ്മൾ ഒടുവിലത്തെ വാചകം നമ്മൾ ഓർത്തായിരുന്നല്ലോ. എന്തായിരുന്നു ഒടുവിലത്തെ വാചകം? കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഒടുവിലത്തെ വാചകം എന്തായിരുന്നു? ആ 3 കാര്യങ്ങളിവിടെ പറയണ്ടല്ലോ. ഏതൊക്കെയാണ്? ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നവരൊക്കെ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളത്. അപ്പോൾ ആ വാചകം ഞാൻ കൂടെ ഓർക്കാറുള്ളതായൊരു വാചകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപം സംബന്ധിച്ച് മരിച്ച് നീതിയോടെ ജീവിക്കുമ്പോഴും നമുക്ക് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവിനെ അർപ്പിച്ച് ജീവിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ. അതുകൊണ്ട് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം എല്ലാവരും ഉൾപ്പെടത്തക്കവണ്ണം ജീവിക്കേണ്ടതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
അഞ്ചാമത്തെ ഭാഗ്യവാനിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. ഈ വാക്യം അറിയാമെങ്കിലും വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അതെ, അപ്പോൾ അവിടെ കർത്താവ് ആർക്ക് കരുണ ലഭിക്കും എന്നുള്ളതായ കാര്യം ഓർപ്പിക്കുകയാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. ഈ വാചകത്തിന് വേറെ വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ഈ കരുണ എന്നുള്ളതായ വാക്ക് സാധാരണ ഉപയോഗിക്കുന്ന അർത്ഥത്തിലുമൊക്കെ ചിന്തിക്കാനുള്ളതായ സാവകാശമുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒത്തിരി വിശാലമായിട്ട് ഇത് ചിന്തിക്കാനായിട്ട് പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട അർത്ഥമാണ് നമ്മൾ ഇവിടെ ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അത് പുതിയ നിയമത്തിൽ പല വാക്യങ്ങളിൽ ആ സത്യം ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുക എന്നാണ് എൻ്റെ വിചാരം. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ അവിടെ കർത്താവ് വിശദമായിട്ടൊരു ഉപമ പറയുന്നുണ്ട്. ആ ഉപമയിലൂടെ വലിയൊരു ആത്മീക സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. അതിന് 33-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കാം. ബാക്കി കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ചേർന്ന് വന്നുകൊള്ളും. 18-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ കരുണ ഇല്ലാതെ വർത്തിച്ച ഒരു വ്യക്തിയെ നമ്മൾ കാണുകയാണ്. നമ്മളത് വളരെ വിശദമായിട്ട് ഓർത്തിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് അത് നമുക്ക് ഉൾക്കൊള്ളാൻ യാതൊരു പ്രയാസവും വരികയില്ല. അപ്പോൾ ആ മനുഷ്യൻ കരുണയില്ലാതെ തൻ്റെ കൂട്ടുദാസനോട് വർത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഉപമയിൽ നിന്ന് 1-2 വാക്കുകൾ പറയട്ടെ. അതിന് വാക്യങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണ്. യജമാൻ ആ ദാസനോട് കരുണ തോന്നിയപ്പോൾ അവന് ഇളച്ചു കൊടുത്തത് വലിയൊരു തുകയാണ്. എത്രയാണ് ഇളച്ചു കൊടുത്തത്? 10,000 താലന്ത് ഇളച്ച് കൊടുത്തു. അതിൻ്റെ വിലയൊന്നും കണക്കാക്കാനുള്ള ശ്രമത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വലിയൊരു തുക അവന് യജമാനൻ ഇളച്ചു കൊടുത്തു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ആ ഇളച്ചു കൊടുത്തതിനിവിടെ ഉപയോഗിക്കുന്ന വാക്കെന്താണ്? എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ. അപ്പോൾ ഇവിടെ നാം ഉൾക്കൊള്ളുന്നൊരു കാര്യം, നാം വളരെയധികം കരുണ അനുഭവിച്ചവരായ ആളുകളാണ്. ഇന്ന് രാത്രി ലളിതമെങ്കിലും ഈ സത്യം നമുക്കെല്ലാ താഴ്മയോടും കൂടി ഏറ്റെടുക്കാനായിട്ട് സാധിക്കട്ടെ. നാം കർത്താവിങ്കിൽ നിന്ന് അനുഭവിച്ച കരുണ എത്രയോ വലുതായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് കർത്താവിൻ്റെ അടുക്കൽ വന്ന് പാപമോചനം പ്രാപിച്ച പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 47-ാമത്തെ വാക്യത്തിൽ കർത്താവ് ആ വീട്ടുകാരനായ ശിമോനോട് പറയുന്നൊരു പ്രയോഗമുണ്ട്. ഈ സ്ത്രീയുടെ അനേകമായ പാപങ്ങളാണ് കർത്താവ് അവൾക്ക് ക്ഷമിച്ചു കൊടുത്തത്. ഇത് രണ്ടും നമുക്ക് ചേർത്ത് ചിന്തിക്കാം. അപ്പോൾ ഇവിടെ ഈ ദാസന് 10,000 താലന്ത് ഇളച്ചു കൊടുത്തു. അവനോട് ക്ഷമിച്ചു. അവനോട് യജമാനൻ ക്ഷമിച്ചു. ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നത് അവിടെ അനേകമായ പാപങ്ങൾ കർത്താവ്
മോചിച്ചു കൊടുത്തു എന്നുള്ള വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതിൻ്റെ വേറെ വശങ്ങളോ വിശദീകരണമോ ഒന്നും നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് ചിന്തിക്കുന്നില്ല. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മളെല്ലാവരും 10,000 താലന്ത് ക്ഷമിച്ച് കിട്ടിയ ദാസൻ്റെ സ്ഥാനത്താണ്. കാരണം നമ്മൾ നിത്യനരകത്തിൽ പോകാൻ യോഗ്യരായിരുന്നു. നമ്മളുടെ പാപങ്ങൾ അതിന് മുഖാന്തരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ഗൗരവവും ഭയാനകതയും പാപത്തിന് നൽകപ്പെടുന്ന ശിക്ഷയാണല്ലോ വെളിപ്പെടുത്തുവാനിടയായിട്ട് തീരുന്നത്. നമ്മളെല്ലാവരും നിത്യനരകത്തിൽ പോകുവാൻ യോഗ്യരായിരുന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മോട് ക്ഷമിച്ച് നമുക്ക് പാപമോചനം തന്നു എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പം നമുക്ക് കിട്ടിയ പാപമോചനം അതിൽ തന്നെ എത്രയോ വലുതാണ് എന്നുള്ളതായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ഇന്ന് രാത്രിയിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഈ ക്ഷമയുടെ വലിപ്പവും മഹത്വവും തിരിച്ചറിയുവാൻ കഴിയുന്നവരായിട്ട് ജീവിക്കുവാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. അപ്പോൾ ഈ ദാസൻ 10,000 താലന്ത് ഇളച്ചു കിട്ടിയവനാണ്. പക്ഷെ അവൻ്റെ കൂട്ടുദാസൻ അവനോട് കടംപെട്ടതായ 100 വെള്ളിക്കാശ് ഇളച്ചു കൊടുക്കാൻ മനസ്സില്ലാത്തവനാണ്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കണക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല. 100 വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഒരു താലന്തിൻ്റെ വളരെ ചെറിയൊരു അംശമേ ഉള്ളൂ. അതിനൊന്നുകൂടെ പറഞ്ഞോട്ടെ ആ വാക്ക്. ഈ 100 വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഒരു താലന്തിൻ്റെ വളരെ ചെറിയൊരു അംശമേ ഉള്ളൂ. ഞാനിന്ന് രാത്രി ഒരു വലിയ സത്യം ഓർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് കിട്ടിയ പാപമോചനം അതെത്രയോ വലുതാണ്, എത്രയോ വലുതാണ്. നാം ഒരാളുടെ പാപം ക്ഷമിക്കേണ്ടി വരുന്നു എന്നുള്ളത് നമുക്ക് കിട്ടിയ പാപമോചനത്തിൻ്റെ വലിപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ നിസ്സാരമാണ്, വളരെ നിസ്സാരമാണ്. അതുകൊണ്ട് ഇവൻ അത് ക്ഷമിക്കാൻ മനസ്സില്ലാതെ അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി എൻ്റെ കടം വീട്ടുക എന്ന് അവനോട് പറഞ്ഞു എന്നാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവനീ ചെയ്ത പ്രവൃത്തി ആ യജമാനൻ കേട്ടപ്പോൾ യജമാനൻ അത് വലിയ വേദനയായിട്ട് തീർന്നു. ഞാൻ വളരെ പ്രാർത്ഥന ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം 10,000 താലന്ത് ഇളച്ചു കിട്ടിയ ദാസൻ 100 വെള്ളിക്കാശ് കടംപെട്ട കൂട്ടുദാസനോട് ക്ഷമിക്കാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കാം ക്ഷമിക്കാതിരുന്നത്? അതിന് ഒറ്റ കാരണം ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ദ്രവ്യാഗ്രഹമാണെന്ന് പറയാം. അതിനേക്കാൾ കൃത്യമായൊരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഹൃദയകാഠിന്യം കൊണ്ടാണ്, അതൊക്കെ ശരിയാണ്. ഇവന് ഇളച്ചു കിട്ടിയ ആ ഇളവിൻ്റെ വലിപ്പം അവൻ ആ സമയത്ത് ഓർത്തില്ല. എനിക്ക് ഇളച്ചു തന്നത്, എൻ്റെ യജമാൻ ഇളച്ചു തന്നത് 10,000 താലന്താണല്ലോ എന്നുള്ള കാര്യം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയും അതിലുള്ള നന്ദിയോടുകൂടി അവനായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ 100 വെള്ളിക്കാശ് കടംപെട്ട കൂട്ടുദാസനെ കാണുമ്പോൾ അതൊന്നും സാരമില്ല, ഞാൻ അതിനേക്കാൾ വലിയ ഇളവ് കിട്ടിയ വരുന്നത്, അതുകൊണ്ട് സാരമില്ല സഹോദര എന്ന് പറഞ്ഞ് പോകാനുള്ളതായ അതല്ല മനസ്സുണ്ടാകുമായിരുന്നു.
ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ അയൽവാസികളുടെ, നമ്മുടെ സഹോദരങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കാനായിട്ട് സാധിക്കാതെ വരുന്നത് നമുക്ക് കിട്ടിയ പാപക്ഷമയുടെ വലിപ്പം നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്കെല്ലാം പരിചയമുള്ളൊരു വാക്യം അപ്പോസ്തലനായ പത്രോസ് എഴുതുന്നത് ഞാൻ എടുത്തു പറയാം, വായിക്കേണ്ട ആവശ്യമില്ല. 2 പത്രോസ് 1:9 വാക്യത്തിൽ ഒരു വലിയ കാര്യം മറന്നുപോയ ആളുകളെ കുറിച്ച് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. ഓർക്കുണ്ടോ ആ വാക്യം ഏതാണെന്ന്? മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയി. അതിൻ്റെ ധാരാളം നഷ്ടങ്ങൾ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതിലേക്കെല്ലാം ഞാൻ ഇന്ന് രാത്രിയിൽ പോകുന്നില്ല. മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ ആ ഓർമ്മയെ പുതുക്കി ജീവിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ ആരാധിക്കാനായിട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ പൂർവ്വകാലം നമ്മൾ ഓർക്കുമല്ലോ. പൂർവ്വകാലം ആവർത്തിച്ച് ദൈവാത്മാവ് ഓർപ്പിക്കുന്നുണ്ടല്ലോ. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലൊക്കെ നാം മുമ്പേ ആരായിരുന്നു എന്നുള്ള കാര്യം എത്രയോ വിശദമായിട്ടാണ് ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വാക്യങ്ങളുടെ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. നമുക്ക് നമ്മുടെ പൂർവ്വകാലത്തെ ഓർക്കാം. നമ്മളെവിടെ കിടന്നിരുന്നവരായിരുന്നു എന്നുള്ളത് ഓർക്കാം. നമ്മുടെ കർത്താവ് നമുക്ക് നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു തന്നാണ് നമ്മെ നീതീകരിച്ച് തൻ്റെ വക ആക്കി തീർക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമുക്ക് ഈ സത്യം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് സാധിച്ചാൽ നമ്മൾ ക്ഷമിക്കേണ്ടി വരുന്നത് നമുക്ക് കിട്ടിയ പാപമോചനത്തിൻ്റെ ക്ഷമയുടെ വളരെ ചെറിയൊരു അംശമായിരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്ക് മറ്റൊരാളോട് ക്ഷമിക്കാൻ വിമുഖത ഉണ്ടാകാൻ പാടില്ല. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ഈ സത്യം ചിന്തിക്കാനിടയായിട്ട് തീർന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ക്ലാസ്സിൽ അതിൻ്റെ മറ്റ് വശങ്ങളിലേക്കൊന്നും പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറയുമ്പോൾ മറ്റുള്ളവരുടെ പാപങ്ങളുടെ മുമ്പിൽ കരുണയോടെ ക്ഷമയോടെ പെരുമാറാനായിട്ട് വർത്തിക്കാനായിട്ട് കഴിയേണ്ടതിൻ്റെ വലിയ ആവശ്യകതയാണ് നമ്മുടെ പ്രാണപ്രിയൻ അവിടെ ഓർമ്മിപ്പിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ പ്രമാണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൽപ്പനയായിട്ട് നൽകപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ധാരാളം വാക്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ നാളിൽ വളരെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം മാത്രം ഒന്ന് ചേർത്ത് ചിന്തിച്ചു പോകാം എന്ന് കരുതുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ക്ഷമയുടെ വളരെ പ്രധാനപ്പെട്ട കൽപ്പന ദൈവാത്മാവ് ആ വാക്യത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. വായിക്കാം. അപ്പോൾ അവിടെ നാം കാണുന്നതായ ഒരു കാര്യം, കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കണം. അതാണ് ഞാൻ ആ ഉപമയിൽ നിന്നിപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ വളരെ പ്രസക്തമായൊരു വാക്യം നമ്മൾ ചേർത്ത് ചിന്തിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച വളരെ ലളിതമായ വളരെ പ്രധാനപ്പെട്ട ചില സത്യം, അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം മാത്രം ഞാനൊന്നിവിടെ ചേർത്ത്
പറഞ്ഞു പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് നമ്മോട് ക്ഷമിച്ചു, ദൈവം നമ്മോട് ക്ഷമിച്ചു. ദൈവം നമ്മോട് ക്ഷമിച്ച ക്ഷമയെ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് രണ്ടായി തിരിച്ച് ഓർക്കാവുന്നതാണ്. ഒന്ന്, നാം രക്ഷിക്കപ്പെട്ടപ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് കൈക്കൊണ്ടപ്പോൾ കർത്താവ് നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മോട് ക്ഷമിക്കുകയായിരുന്നു. അപ്പോൾ ഈ സത്യം ഞാൻ പരിചയമുള്ളൊരു വാക്യത്തിലൂടെ പറയാം എന്ന് ആഗ്രഹിക്കുകയാണ്. വാക്യം ഉള്ളതായതുകൊണ്ട് ഞാൻ തന്നെ അതങ്ങ് പറഞ്ഞാൽ മതി എന്ന് കരുതുകയാണ്. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അവിടെ പ്രാർത്ഥിക്കാൻ പോയ 2 ആടുകളുടെ കാര്യമാണ് പറയുന്നത്. മറ്റേ ആളെക്കുറിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ആൾ ചുങ്കക്കാരൻ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അത് ഞാനത് പറയട്ടെ, വന്ന് വായിച്ച് കേൾപ്പിക്കാം. ചുങ്കക്കാരനു ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായി എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മുടെ വാക്കുണ്ട്, നമ്മുടെ വിഷയമുണ്ട്. നാം ചിന്തിക്കുന്ന വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ഇവിടെ ഈ ചുങ്കക്കാരൻ വളരെ അനുതാപത്തോടെ, വളരെ താഴ്മയോടെ ദൈവസന്നിധിയിൽ വന്ന് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും ധൈര്യമില്ലാതെ കുറ്റബോധം കൊണ്ട് തല താഴ്ത്തി അവൻ പ്രാർത്ഥിക്കുന്ന വാക്ക്, എന്നോട് കരുണയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ. അപ്പോൾ നാമം കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ, കർത്താവേ ഞാൻ പാപിയാണെന്ന് നമ്മൾ ചുരുക്കമാക്കി പറഞ്ഞോളൂ, പക്ഷേ അതിലെന്തോരം പാപങ്ങളുണ്ടായിരുന്നു. കരുണയ്ക്ക് വേണ്ടി നാം കർത്താവിനോട് അപേക്ഷിച്ചു, എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ കർത്താവ് ആ പ്രാർത്ഥന കേട്ട് നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മോട് ക്ഷമിച്ച് നമ്മെ കർത്താവ് സ്വീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അവൻ എങ്ങനെ വീട്ടിലേക്ക് പോയത്? അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ഞാനിന്ന് രാത്രി ഇന്ന് പകൽ ഒത്തിരി ആസ്വദിച്ചൊരു വാക്കാണിത്. വളരെ ചെറിയൊരു പ്രാർത്ഥന. എന്നോട് കരുണയുണ്ടാകണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു വന്നതുപോലെ അവനെ കർത്താവ് നീതീകരിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ നമ്മൾ അനുഭവിച്ച കരുണ എത്രയോ വലിയ കരുണയാണ്. ഉപമയിൽ കർത്താവ് അത് 10,000 താലന്ത് കടപ്പെട്ടവന് ഇളച്ചു കൊടുത്ത വാക്കുകളിലൂടെ അത് വ്യക്തമാക്കുകയാണ്. ഇവിടെ ഈ ചുങ്കക്കാരനും പാപിയുമായവൻ നീതീകരിക്കപ്പെട്ടവനായി, നീതിമാനായി അവൻ്റെ വീട്ടിലേക്ക് പോയി എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ക്രൂശിലെ കള്ളനും ഇങ്ങനെയാണല്ലോ കർത്താവിനെ സ്വീകരിക്കാനിടയായി തീർന്നപ്പോൾ അവനവൻ്റെ പാപം സമ്മതിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്ഷൻ്റെ മഹത്വം അവൻ തിരിച്ചറിയുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ, യേശുവിന് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമെന്നുള്ളതായ ആ പ്രാർത്ഥന കർത്താവ് സ്വീകരിച്ച് അവൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് അവനവൻ്റെ വീട്ടിലേക്കല്ല പോകുന്നത്, അവൻ മരിക്കാൻ പോവുകയാണ്. അവനെ കർത്താവ് തൻ്റെ വീട്ടിലേക്ക് നീ തന്നെ കൂടെ പർദീസിലിരിക്കുമെന്ന് പറഞ്ഞ് അവനെ കൊണ്ടുപോകുവാൻ ഇടയായിട്ട് തീർന്നു. നാമം യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതായ ആ ശുദ്ധീകരണമാണ്, പാപക്ഷമയാണ് കർത്താവ് നമുക്ക് നൽകുവാൻ ഇടയായിട്ട് തീർന്നത്. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ആ പാപക്ഷമ കിട്ടിയിട്ട് എത്രയോ വർഷങ്ങളായി. പക്ഷെ നമുക്ക് അതൊരിക്കലും മറന്നു പോകാതിരിക്കാം.
എപ്പോഴും അത് ഓർക്കാം. നമുക്ക് മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം ഓർത്ത് അതിൽ നമ്മുടെ കർത്താവിനോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമുക്ക് ലഭിച്ച ആ ശുദ്ധീകരണം നമ്മോട് ദൈവം കരുണ കാണിച്ചു എന്നുള്ളത് എത്രയോ വലിയ കരുണയാണ്. ഇനി ഞാൻ അടുത്തൊരു കാര്യം ഓർപ്പിക്കുക. അങ്ങനെ രക്ഷിക്കപ്പെട്ട ശേഷം നമ്മൾ എത്രയോ പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ തന്നെ എത്രയോ പാപങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞിരിക്കാൻ ഇട ഉണ്ട്. ഇവിടെ ഞാൻ വളരെ സുപരിതമായ വാക്യം ഒന്ന് പറയുക. അത് വായിക്കണം നിർബന്ധമില്ല. സദൃശവാക്യം 28-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും മനപ്പാടം അറിയാമല്ലോ. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ അടുത്ത വാക്യം എന്താ? കരുണ ലഭിക്കും. അപ്പോൾ നാം നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തോടെ ഏറ്റുപറയുവാൻ ഇടയായിട്ട് തീർന്നപ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു, നമുക്ക് കരുണ തന്നു. അപ്പം ഞാനിന്ന് പകൽ ഓർത്തു, രക്ഷിക്കപ്പെട്ട ശേഷം എത്രയോ വട്ടം പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. എത്ര പ്രാവശ്യമാണെന്ന് എൻ്റെ കയ്യിൽ കണക്കില്ല, നിങ്ങളുടെ കയ്യിലും കണക്കില്ല എന്ന് എനിക്കറിയാം. കണക്കറ്റ സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞപ്പോൾ, അതൊക്കെ ആവർത്തിച്ച് ഏറ്റുപറഞ്ഞപ്പോൾ, ഒരു ദിവസം തന്നെ പലവട്ടം ഏറ്റുപറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് അതെല്ലാം നമ്മോട് ക്ഷമിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം അനുഭവിക്കുന്ന കരുണ അതെത്രയോ വലുതാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം ഒരിക്കൽ അനുഭവിച്ചതും പിന്നീട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ പാപക്ഷമയുടെ കരുണ അതെത്രയോ വലുതാണ് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളത്തക്കവണ്ണം, അത് തിരിച്ചറിയത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ആദ്യത്തെ നാം വായിച്ച എഫെസ്യരിലെ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം ക്രിസ്തുവിൽ നമ്മോട്, അതാ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. പിന്നെ കൽപ്പന എന്താണ്? ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിക്കണം. പ്രിയപ്പെട്ടവരെ, നാം അന്യോന്യം ക്ഷമിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായ കൽപ്പനയാണ്. നമുക്ക് ലഭിച്ചതായ ഈ കരുണയുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ അന്യോന്യം ക്ഷമിക്കുവാൻ. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഈ കൽപ്പന നമ്മൾ അനുസരിച്ചാൽ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ മുഖഛായ മാറും. കാരണം നമ്മൾ ക്ഷമിക്കാൻ ഒരുക്കമാണെങ്കിൽ അന്യോന്യം ക്ഷമിക്കുന്നവരെ ഒരു കുടുംബത്തിൽ സന്തോഷമായി പാർക്കുവാൻ ഇടയായിട്ട് തീരുകയും. ഒരു തെറ്റും ചെയ്യാത്ത ആളുകൾ ഒരു വീട്ടിൽ താമസിച്ചാൽ സന്തോഷം ഉണ്ടാകുമെങ്കിൽ ഒരു കുടുംബത്തിനും സന്തോഷമായി പോകാനായിട്ട് സാധിക്കില്ല. നമ്മളെല്ലാവരും പലതിനും തെറ്റിപ്പോകുന്നവരാണ്. വാക്കിൽ തെറ്റിപ്പോകുന്നവരാണ്, പ്രവൃത്തിയിൽ തെറ്റിപ്പോകുന്നവരാണ്. തെറ്റുകൾ ധാരാളം വരാനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷെ ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നമുക്ക് അന്യോന്യം ക്ഷമിക്കാനായിട്ട് സാധിച്ചാൽ, വീട്ടിൽ കരുണയോടെ വർത്തിക്കാനായിട്ട് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് സന്തോഷത്തോടെ വീട്ടിൽ പാർക്കാൻ സാധിക്കും. നമ്മുടെ ആത്മീയ കുടുംബമായിരിക്കുന്ന സഭയിൽ നമുക്ക് കരുണയോടെ
അന്യോന്യം ക്ഷമിക്കാനായിട്ട് സാധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഐക്യതയും സന്തോഷവും ഒരു സ്ഥലം സഭയിൽ ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ കർത്താവിൻ്റെ മരണം നമ്മെ പഠിപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളതായൊരു പാഠമാണ്. അതുകൊണ്ട് നാം ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുമ്പോൾ ആ മരണം നമ്മെ പഠിപ്പിക്കുന്ന ഈ അതിമനോഹരമായ പാഠം പ്രായോഗികമാക്കി ജീവിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. എഫേസ്യർക്കെതിരെ ആ വാക്യം നമ്മോട് പറയുന്നത്, നമ്മോട് കർത്താവ് ക്ഷമിച്ചതുപോലെ നമുക്കും അന്യോന്യം ക്ഷമിക്കുവാനായിട്ട് കഴിയണം. ഇനി നമ്മുടെ വാക്യം എന്ന് പറഞ്ഞു നോക്കി, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾക്ക് നമ്മുടെ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കരുണയോടെ ക്ഷമിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നമുക്കും ധാരാളം ക്ഷമ അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ഒത്തിരി വിശദീകരണം കൂടാതെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചവൾ വളരെ വിശദീകരിച്ചതാകൊണ്ട് അതിൻ്റെ 1-2 പോയിൻ്റ് മാത്രം പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മൾ അന്യോന്യം ക്ഷമിക്കാനുള്ളതായ കൽപ്പന നമ്മുടെ കർത്താവ് നൽകുമ്പോൾ കർത്താവ് നമ്മോട് ക്ഷമിച്ചതിൻ്റെ മാതൃക മനോഹരമായിട്ട് നാം പരിശോധിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ, കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ വിശദമായിട്ട് ഓർത്ത 1-2 പ്രമാണങ്ങൾ ചുരുക്കമായി പറയുകയാണ്. ക്ഷമ ചോദിച്ചാൽ ക്ഷമിക്കണം. റെഫറൻസേ പറയണുള്ളൂ, അത് വായിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് ഒത്തിരി ആവർത്തനമായി പോകും. കാര്യം ആവർത്തിച്ചാൽ നല്ലതാണ്. ആവർത്തന പുസ്തകമാണ് നമ്മൾ പഠിക്കുന്നത്. ആവർത്തനം അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ഇത് പറഞ്ഞിട്ട് ഒത്തിരി നാളായില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. 17-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ സഹോദരൻ നിന്നോട് പിഴച്ചാൽ അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കാം. പിന്നെ അവിടെ ക്ഷമയുടെ കണക്കൊക്കെ നമ്മൾ ചിന്തിച്ചായിരുന്നു. ദിവസത്തിൽ 7 വട്ടം നിന്നോട് പിഴയ്ക്കുകയും ഞാൻ മാനസാന്തരപ്പെടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കണം. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ അനേക നാളിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നോടെ പറയട്ടെ. ക്ഷമ ചോദിച്ചിട്ടും ഞാൻ ക്ഷമിക്കുകയില്ല എന്ന് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ചിന്തിച്ചുറപ്പിക്കുവാനിടയായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ ഈ വചനത്തിൻ്റെ മുമ്പിൽ അത് മാറ്റണം. കാരണം നമ്മുടെ കർത്താവിൻ്റെ മനോഹരമായ വാക്കുകളാണിത്. ഈ 17-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്ന കാര്യമാണ് പറഞ്ഞു വരുന്നത്. നമ്മൾ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നൊന്നും വലിയ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ കർത്താവ് അവിടെ പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നവന് കൊടുക്കാവുന്ന ശിക്ഷ എന്താണ്? ഒരു തിരികൽ അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ സമുദ്രത്തിൽ എറിഞ്ഞു കളയുന്നത് അവന് നല്ലത്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് നൽകിയിട്ടുള്ളതായ, കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ ഈ 10,000 താലത്തിൻ്റെ ക്ഷമ ലഭിച്ചതിൻ്റെ പ്രതിഫലനം നമ്മുടെ അനുദിന ജീവിതത്തിൽ വെളിപ്പെടുത്തി ജീവിക്കാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ ആശയം നിങ്ങൾക്കറിയാം, ഞാനിന്ന് പറഞ്ഞു മാത്രം പോകാം. ഏകപക്ഷീയമായി ക്ഷമിക്കണം. ഒരു 2-3 റെഫറൻസ് ഒന്ന് എഴുതിയിട്ടോ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ വഴിയിലൂടെ അത് ഉൾക്കൊള്ളാൻ സാധിക്കും. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം. ആ വാക്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്, ക്രൂശിൽ കിടന്നുള്ള പ്രാർത്ഥനയാണ്. ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണം. പിന്നെ നമ്മൾ പഠിച്ച കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് എന്തോരം വിശദമായിട്ട് അത് ചിന്തിച്ച ആ റെഫറൻസ് മാത്രം ഒന്ന് എഴുതിയിട്ടോ. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ആ വാചകം ഓർക്കുന്നുണ്ടായിരിക്കാം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ
ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ അത് പിഴച്ച ആളുകൾ വന്ന് ക്ഷമ ചോദിച്ചിട്ടല്ല, പിന്നെയോ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഏകപക്ഷീയമായി അതെല്ലാം ക്ഷമിച്ച് ഒരുക്കത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ്. ഇനി ആ പ്രാർത്ഥന കഴിഞ്ഞ് കർത്താവ് പറഞ്ഞ 2 വാക്യങ്ങൾ നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ആ വാക്യം കൂടുതൽ പ്രകാശിതമാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മത്തായി 6:14-15 ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. മത്തായി 6:14-15. പതിനാലാം വാക്യത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ അതിൻ്റെ മറുവശത്തുള്ള ആംഗിളിൽ കർത്താവ് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നമ്മൾ അന്ന് ആ വാക്യങ്ങളൊക്കെ വായിച്ച് 2 കൊച്ചു വാചകങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. നീ ക്ഷമിച്ചാൽ ക്ഷമിക്കും. അടുത്ത വാചകം എന്താണ്? നീ ക്ഷമിക്കാഞ്ഞാൽ ഞാനും ക്ഷമിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കർത്താവ് പറഞ്ഞ ഈ വാക്ക് എന്ത് മനോഹരമാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. തങ്ങൾക്ക് ലഭിച്ച ക്ഷമയുടെ മഹത്വം തിരിച്ചറിഞ്ഞു, വലിപ്പം തിരിച്ചറിഞ്ഞു, ഉപാധികൾ കൂടാതെ കരുണയോടെ ക്ഷമിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. നമുക്ക് നിശ്ചയമായിട്ടും ആ ഗണത്തിൽ പെടണം. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾ അതുപോലെ അനുസരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 2ാമത്തെ വാചകം, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് കിട്ടും? കരുണ ലഭിക്കും. ഞാൻ നിങ്ങളോട് ഒരു വാക്കിങ്ങനെ ചേർത്ത് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കെടുത്ത് ഇങ്ങനെ പറയട്ടെ. നിങ്ങൾ മറ്റുള്ളവരോട് എല്ലാം ക്ഷമിക്കാൻ ഒരുക്കമാണെങ്കിൽ നിങ്ങൾ ധാരാളം ക്ഷമ മറ്റുള്ളവരിൽ നിന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഞാൻ പ്രസിദ്ധമായൊരു വാക്യം ഒന്ന് വാക്കുകൾ മാറ്റിവിടെ പറയുകയാണ്. ലോഭമായി ക്ഷമിക്കുന്നവൻ ലോഭമായി തന്നെ ക്ഷമയും കൊയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ക്ഷമിക്കാൻ നമ്മൾ പിശുക്കുള്ളവരായിട്ട് തീർന്നാൽ നമ്മുടെ കുടുംബജീവിതവും സഭാജീവിതവും ഒക്കെ വളരെ അരിഷ്ടമായിട്ട് തീരും. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച ഈ മനോഹരമായിട്ടുള്ള പാഠം എല്ലാ പ്രാധാന്യത്തിനും ഉൾക്കൊണ്ട് ഈ നാടുകളിൽ പ്രായോഗികമാക്കാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അതുകൊണ്ട് ഈ 10,000 താലന്ത് ഇളച്ചു കിട്ടിയ നമുക്ക് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലൂടെ ഈ വാക്കിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് അതനുസരിച്ച് വരുന്ന നാളുകളിൽ ഭാഗ്യവാന്മാരായി ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ, നമ്മുടെ സഭാജീവിതത്തിൻ്റെയൊക്കെ എല്ലാ പാളിച്ചകളും പരിഹരിക്കപ്പെട്ട് വളരെ മനോഹരമായ സാക്ഷ്യം സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് മറ്റുള്ളവരും നമ്മെക്കുറിച്ച് പറയുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഈ വചനങ്ങൾ പ്രായോഗികമാക്കി സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടും.